കൊല്ലത്ത് കണ്ടെയ്നറുകൾ കടലിൽ നിന്ന് വീണ്ടെടുത്ത് തുടങ്ങി. കൊല്ലം പുലിമുട്ടിന് സമീപത്ത് ഒഴുകി നടന്ന കണ്ടെയ്നറാണ് കൊല്ലം തുറമുഖത്തേക്ക് എത്തിക്കുന്നത്. ശക്തികുളങ്ങരയിൽ കൊല്ലം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം സന്ദർശിക്കുന്നു. 9 കണ്ടെയ്നറുകളാണ് ശക്തികുളങ്ങര സെന്റ് ജോൺ ഡി ബ്രിട്ടോയ്ക്ക് സമീപം അടിഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി രാജ്കുമാർ കൂടിയുണ്ട്. രാജ്കുമാർ, ഈ കണ്ടെയ്നറുകളൊക്കെ മാറ്റാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെ? നമുക്കതിന്റെ ആ ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കടലില് കൊല്ലം തങ്കശ്ശേരി പുലിമുട്ട് ബ്രേക്ക് വാട്ടറിന്റെ ആ സമീപത്ത് ഏതാണ്ട് ഒരു 300 മീറ്റർ അകലെ വെച്ച് ഒരു കണ്ടെയ്നർ ഇവര് നമ്മുടെ ഈ വാട്ടർ ലൈൻ ഷിപ്പിംഗ് കമ്പനി കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ ഈ മുതലപ്പൊഴിയിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം അവരുടെ നേതൃത്വത്തിലെ മത്സ്യത്തൊഴിലാളികളാണ് അതിനെ ടൈ ചെയ്ത് ഇപ്പോൾ കൊല്ലം പോർട്ടിലേക്ക് കൊണ്ടുവരാനായി രക്ഷകൻ ടീമിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ കൊല്ലം പോർട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അല്പസമയത്തിനകം അത് അവിടെ എത്തിച്ചേരും. കടലിൽ പ്രക്ഷുബ്ധമാണ്, അതുകൊണ്ട് തന്നെ വളരെ പതിയാണ് കൊണ്ടുവരുന്നത്. ആദ്യ തവണ ഇത് കെട്ടിക്കുറച്ചപ്പോൾ ഇതിന്റെ ആ റോപ്പ് പൊട്ടിപ്പോയി. വീണ്ടും അത് ടൈ ചെയ്തിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അത്രമാത്രം കടൽ പ്രക്ഷുബ്ധമായി നിൽക്കുന്നു. ഇതവരുടെ ആദ്യ ദൗത്യമാണ്. ആ ദൗത്യം ഏതാണ്ട് ഒരു വിജയകരത്തിലേക്ക് എത്തുന്നു. ഇനി ഇതേപോലെ ഇപ്പൊ ഈ കടലിന്റെ ഒരു കാലാവസ്ഥയും മറ്റു കാര്യങ്ങളും കൂടി പരിശോധിച്ചിട്ട് നാളെയും ഇത് തുടരും. ഇന്നിപ്പോൾ അല്പസമയത്തിനകത്ത് എടുക്കാൻ കഴിയാവുന്നതാണ് അവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഈ നേരം ഇരുട്ടുന്നുണ്ട്. സ്വാഭാവികമായും അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ട്. അത് തരണം ചെയ്തുകൊണ്ട് നാളെ ഈ പ്രത്യേകിച്ച് വേലി ഇറക്കമുള്ള സമയത്ത് ആയിരിക്കും കൂടുതൽ ഇവർക്ക് സൗകര്യമെന്ന് പറയുന്നു. തീരത്തിപ്പോൾ അടിഞ്ഞിരിക്കുന്ന ഈ കണ്ടെയ്നറുകൾ കെട്ടിവലിച്ച് ഈ കൊല്ലം പോർട്ടിലേക്ക് എത്തിക്കാനുള്ള അങ്ങനെ ഒരു ശ്രമം ഇപ്പോൾ ഈ കമ്പനി താൽക്കാലികമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം അവിടെ കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് തന്നെ ഈ ബോട്ടുകൾക്ക് ഇതിന്റെ സമീപത്തേക്ക് വരാൻ കഴിയില്ല. അത്രയും ഇതില് വളരെ ഹെവി റിസ്ക് ആണ്. അത് മാത്രമല്ല, ദൗത്യം ചിലപ്പോൾ പരാജയപ്പെടും. അതുകൊണ്ട് റോഡ് മാർഗം ഇത് മുഴുവനും ജില്ലാ കളക്ടറുടെ അനുമതി വാങ്ങി ഇതെല്ലാം മുറിച്ചു മാറ്റി ഇത് ഒരു സ്ക്രാപ്പ് രൂപത്തിലേക്ക് ലോഡ് ചെയ്തിട്ട് കൊല്ലം പോർട്ടിലേക്ക് എത്തിക്കാനാണ് ഇനിയുള്ള അവരുടെ നീക്കം. എന്തായാലും കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളും തീരത്ത് എടുക്കാൻ കഴിയുന്നതും അവര് ഉടൻ തന്നെ അത് കണ്ടെത്തി അത് എടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന നമുക്ക്.